നമ്മളുടെ മൊഡ്യൂൾ നമ്പർ 3 കംപ്ലീറ്റ് ആയി. ഡിമാൻഡ് അനാലിസിസ് എന്തൊക്കെയായിരുന്നു അതിനകത്ത് നമ്മൾ പഠിച്ചത്? എന്താണ് ഡിമാൻഡ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡിമാൻഡ് ദാറ്റ് ആർ ഫേമസ്, ഡിറൈവ്ഡ്, ഓട്ടോണമസ് ഡിമാൻഡ് എക്സെട്ര. പിന്നെ എന്തൊക്കെ ലോസ് ആണ്, ലോ ഓഫ് ഡിമാൻഡിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അതുപോലെ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, അത് തന്നെ പ്രൈസ് ഇലാസ്റ്റിറ്റി, ഇൻകം ഇലാസ്റ്റിറ്റി, ക്രൂസ് ഇലാസ്റ്റിറ്റി ആൻഡ് ദ ലാസ്റ്റ് അഡ്വർടൈസിങ് ഇലാസ്റ്റിറ്റി പറഞ്ഞു. പ്രൈസ് ഇലാസ്റ്റിറ്റിയുടെ തന്നെ പല ഫോംസ് പറഞ്ഞു. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, ദെൻ യൂണിറ്ററി ഇലാസ്റ്റിറ്റി, ദെൻ സീറോ ഇലാസ്റ്റിറ്റി എക്സെട്ര. അതേപോലെ ഇൻകം ഇലാസ്റ്റിറ്റി പറയൂ, സീറോ, then positive and negative income elasticity, then about advertising elasticity and also cross elasticity. Substitutes-നും അതുപോലെ കോംപ്ലിമെൻറ്റ്സിനും ഉള്ളതാണ് ക്രോസ് ഇലാസ്റ്റിറ്റി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തു. സോ ഇൻ ദിസ് മൊഡ്യൂൾ വി ആർ ഗോയിങ് ഓൺ ടു ദ മൊഡ്യൂൾ നമ്പർ 4, ദാറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു ആക്ടിവിറ്റി ആയിരിക്കും, അത് മെൻ്റൽ ആവാം അല്ലെങ്കിൽ ഫിസിക്കൽ ആകാം, ആൾക്കാരുടെയൊക്കെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ ഉണ്ടാക്കുന്നത്, അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിന് നമുക്ക് സിമ്പിൾ ടേംസിൽ പറയുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻ ടു വോൺ സാറ്റിസ്ഫൈങ് ഔട്ട്പുട്ട്സ് വിച്ച് ഹാസ് എക്സ്ചേഞ്ച് വാല്യൂ. എക്സ്ചേഞ്ച് വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഇൻ റിട്ടേൺ കിട്ടിയിരിക്കണം, നമ്മൾ ഗുഡ്സിനെ ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കുന്നു ആൻഡ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈങ് ദ കസ്റ്റമേഴ്സ് ആൻഡ് ഇൻ റിട്ടേൺ വി ആർ ഗെറ്റിംഗ് സംതിങ്, ദാറ്റ് ഈസ് ദർ ഈസ് സം എക്സ്ചേഞ്ച് വാല്യൂ ഫോർ ദ സെയിം തിങ്. സോ ദിസ് ഈസ് കോൾഡ് ആസ് പ്രൊഡക്ഷൻ. So production is a process of combining the various material inputs and immaterial inputs which may be plants or know-how in order to make something for consumption, that is output. So production എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇൻപുട്സിനെ കൺവേർട്ട് ചെയ്ത് ഔട്ട്പുട്ട്സ് ആക്കുക ഫോർ സം യൂസ്. So it is an act of creating an output, a good or a service which has a value and contribute to the utility of the individuals. ഇൻഡിവിജ്വൽസിൻ്റെ യൂട്ടിലിറ്റി മീറ്റ് ചെയ്യുന്നുണ്ട്, അവരെ വോണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ അതിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതൊരു മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ആകാം, ആൾക്കാരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുമാണ്. അതേപോലെ അത് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുത്താൽ ഒന്നും നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇഫ് ഇറ്റ് has some value or an exchange value only we can say to be a production. So these are the 3 essential components of production, that is it is physical or mental activity, it satisfies the human wants and also it is satisfying through the process of exchange. Okay, അപ്പോൾ പ്രൊഡക്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മളുടെ മെയിൻ കൺസെപ്റ്റായ പ്രൊഡക്ഷൻ തിയറീസിലേക്ക് പോവുകയാണ്. പ്രൊഡക്ഷൻ തിയറി. അപ്പോൾ പ്രൊഡക്ഷൻ തിയറി എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? ഇറ്റ്സ് എൻ എഫേർട്ട് ടു എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ബൈ വിച്ച് ആൻ ബിസിനസ് ഫേം ഡിസൈഡ്സ് ഹൗ മച്ച് ഓഫ് സച്ച് കമ്മോഡിറ്റി ദാറ്റ് ഇറ്റ് സെൽസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ഓഫ് each kind of the labor, raw material, fixed capital, good etc. that it employs or it will use. അപ്പം പ്രൊഡക്ഷൻ തിയറിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ കോൺസെൻട്രേഷൻ എന്താ? പ്രോഫിറ്റാണ്. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കുറച്ചിട്ടോ ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ക്വാളിറ്റി നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും നമ്മൾ കുറയ്ക്കേണ്ടി വരിക. അപ്പോൾ നമ്മൾ ഒരു മീഡിയത്തിലായിരിക്കും കുറയ്ക്കുന്നത്, എന്നാൽ കുറച്ച് രീതിയിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസും കൂട്ടും, അല്ലേ? ഇങ്ങനെയാണ് നമ്മളൊരു സെല്ലിംഗ് കൺസെപ്റ്റ് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി ചെയ്യാം. അപ്പോൾ നമുക്കുള്ള റിസോഴ്സസിനെ അല്ലെങ്കിൽ ഉള്ള അവൈലബിൾ ഇൻപുട്സിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസിനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ദിസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഹിയർ വി ആർ സ്റ്റഡിയിങ് വാട്ട് ആർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയസ് ഇൻപുട്ട് ആൻഡ് ദ ഔട്ട്പുട്ട്. ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും അതുപോലെയുള്ള ബന്ധങ്ങൾ. എത്ര ഇൻപുട്ട് ഇട്ടാൽ എത്ര ഔട്ട്പുട്ട് കിട്ടും, എത്ര ഇൻപുട്ട് കുറച്ചാൽ എത്ര ഇൻപുട്ട് കുറയും എന്നതെല്ലാം സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ തിയറി എന്ന് പറയുന്നത്. സോ ദിസ് പ്രൊഡക്ഷൻ തിയറി studies the relationship between the various possible combination of input and output, and also it tells how the factors of production are combined to produce the goods. നമ്മളുടെ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പല രീതിയിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം. എന്തൊക്കെ വേണം? റോ മെറ്റീരിയൽ വേണം, ലാൻഡ് വേണം, ലേബർ വേണം, capital is required. There are several factors of production. അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ളത് ലേബറും ക്യാപിറ്റലും ആണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന ഏരിയാസ് ഏതാ? ലേബേഴ്സിൻ്റെ വേജസും അതുപോലെ ക്യാപിറ്റൽ, നമ്മുടെ റോ മെറ്റീരിയൽസ് വാങ്ങാനുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള വർക്കിംഗ് ക്യാപിറ്റലും അതേപോലെ ഫിക്സഡ് ക്യാപിറ്റലും, ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് റിക്വയർ ആവുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എത്ര രീതി കോമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്, ഇത് പഠിക്കുന്ന തിയറിയാണ് നമ്മൾ പ്രൊഡക്ഷൻ തിയറി എന്ന് പറയാം. സോ ദിസ് studies the relationship between the various possible combination of input and output and also tells how the factors of production are combined to produce the output.
ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രൊഡക്ഷൻ തിയറിയെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫോർമുലയുണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. So production function is a physical output of the production process to physical inputs or factors of production. It tells us how much output that we can produce given the price of a good and what the combination of input we use to produce at that price. നമുക്കുള്ള ക്യാപിറ്റൽ ലേബർ എന്ന റിസോഴ്സ് ഉപയോഗിച്ച് നമുക്ക് എത്രത്തോളം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പം മെയിൻലി നമ്മൾ പറയുന്ന പ്രൊഡക്ഷന് ഉള്ള ഫാക്ടേഴ്സായി പറയുന്ന നമ്മുടെ ലേബറും ക്യാപിറ്റലാണ്. അതുപോലെ ലാൻഡും അതുപോലെ മെഷീനറിയും ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൂട്ടുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് കൂടാം, ചിലപ്പോൾ ചില ഇൻപുട്ട് കൂട്ടിയ ഔട്ട്പുട്ട് കൂടാതെ ഇരിക്കാം. അങ്ങനെ പല കേസുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമുക്ക് രണ്ട് രീതിയിൽ കൺസെപ്റ്റ് എടുക്കുന്നുണ്ട്, ഷോർട്ട് റൺ അതുപോലെ ലോങ് റൺ. ഷോർട്ട് റൺ ആകുമ്പോൾ ചിലത് മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ഷോർട്ട് റണ്ണിൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ, എന്ത് മാറ്റിയാലാണ് ലോങ് റണ്ണിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുക, ഇതെല്ലാം സ്റ്റഡി ചെയ്യുന്നതാണ് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സ് ഏതൊക്കെ ഇൻപുട്ട് എത്ര ഉപയോഗിക്കണം അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അസ്യൂം ചെയ്തിട്ടാണ് ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. എങ്ങനെയാണ്, എത്ര ലേബർ വേണം, എത്ര ക്യാപിറ്റൽ വേണം, ഇത്ര ലേബർ എടുത്താൽ എത്ര ക്യാപിറ്റലിൻ്റെ കോമ്പിനേഷനിലാണ് നമുക്ക് ഇത്രത്തോളം ഔട്ട്പുട്ട് കിട്ടുക, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അസ്യൂം ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് അസംഷനാണ് ഇറ്റ് ഹാസ് റെഫറൻസ് ടു എ പെർട്ടിക്കുലർ ടൈം പീരീഡ്. That is, production function express the relationship between the input and output over a period of time. ഒരു പീരീഡ് ഓഫ് ടൈമിനനുസരിച്ചാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. ചില പീരീഡിൽ ഇത്ര ക്യാപിറ്റലും ഇത്ര ലേബറും ഉപയോഗിച്ച് നമുക്ക് ഇത്ര പ്രൊഡക്ട്സ് ഉണ്ടാക്കാം. എന്നാൽ വേറൊരു പീരീഡിൽ ഇറ്റ് മേ ഡിഫേഴ്സ്. സോ ആസ് ദ ടൈം പീരീഡ് ചേഞ്ചസ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓൾസോ ചേഞ്ചസ്. ഒരു സാധനം തന്നെ പല സമയങ്ങളിൽ പല രീതിയിലുള്ള ഔട്ട്പുട്ടായിരിക്കാൻ തരുന്നത് അല്ലേ. അപ്പം ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ലേബറിനെ അവൈലബിൾ ആയിരിക്കും, അപ്പോൾ ലേബറിന് ചീപ്പ് സോഴ്സിൽ നമുക്ക് അവൈലബിൾ ആകും. പക്ഷേ ചില സമയത്ത് ലേബർ ഹൈലി എക്സ്പെൻസീവ് ആയിരിക്കാം. അപ്പം ഇറ്റ് ഈസ് ഓൾവേസ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ എ ടൈം പീരീഡ്, അത് ഓർക്കുക. സെക്കൻഡ് ഇസ് ദ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി ഡസൻ ചേഞ്ച്. അതുപോലെ ടെക്നിക്കൽ നോളജ് ആ ഓപ്പറേഷൻ്റെ മൊത്തത്തിൽ ഒരേ ടെക്നിക്കൽ നോളജാണ് ഉപയോഗിക്കുക എന്ന് ചിന്തിച്ച് നോക്കുക. ദെൻ ഓൺലി ദിസ് ഇസ് പോസിബിൾ അല്ലേ. ഇപ്പം നമ്മളൊരു വർക്കിംഗ് കണ്ടീഷൻ നമ്മുടെ ഓർഗനൈസേഷനുണ്ട്, പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ IT ടെക്നോളജീനെ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ IT ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലേബറിനും അൺസ്കിൽഡ് ലേബറിൽ നിന്ന് എന്താവും, സ്കിൽഡ് ലേബറായിട്ട് മാറും. ടെക്നിക്കൽ നോളജ് ഉള്ള ലേബേഴ്സ് വേണം. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ആ എണ്ണം ലേബേഴ്സ് അല്ല പിന്നെ വരുന്നത്, ലേബേഴ്സ് ചേഞ്ച്. സോ ലേബർ ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും, കൂടുതൽ എംപ്ലോയിഡ് അല്ല കൂടുതൽ ക്വാളിഫിക്കേഷനുള്ളൊരു ലേബർ ആണെങ്കിൽ വി മേ ഹാവ് ടു പേ മോർ സാലറി ടു ദാറ്റ് പേഴ്സൺ. അപ്പം നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും ലേബർ ആണെങ്കിലും എല്ലാം വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അനുസരിച്ച് നമ്മൾ നമ്മുടെ ലേബറിനെയും ക്യാപിറ്റലിനെയൊക്കെ ഡിസൈഡ് ചെയ്യുമ്പോൾ ദ മെയിൻ തിങ് വി വോണ്ട് ടു അസ്യൂം ആസ് ഫസ്റ്റ് വി വോണ്ട് ടു റെഫർ ഇറ്റ് ടു എ പെർട്ടിക്കുലർ ടൈം പീരീഡ് ഓൺലി. ദെൻ ദ ടെക്നോളജി ഡസൻ ചേഞ്ച് എന്ന കൺസെപ്റ്റും കൂടെ വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ 2 അസംഷൻസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇനി നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കോബ് ഡോഗ്ലസ് തന്നിട്ടുള്ള ഇക്വേഷൻ, കോബ് ഡോഗ്ലസ് എന്ന് പറയുന്നത് CW കോബും അതുപോലെ പോൾ H ഡോഗ്ലസും കൂടെ ഡെവലപ്പ് ചെയ്ത പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. അവർ രണ്ടും കൂടെ ഡെവലപ്പ് ചെയ്ത, അതുകൊണ്ടാണ് കോബ് ഡോഗ്ലസ് എന്ന് പറയുന്നത്. പോൾ H ഡോഗ്ലസും CW കോബും കൂടെ. സോ ദേ ആർ ബേസ്ഡ് ഓൺ ദി USA ബേസ്ഡ് ആണ്. ഒരു അമേരിക്കൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി റൺ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് അവർ പ്രൊഡക്ഷൻ സ്റ്റഡി ചെയ്തു. അപ്പോൾ പ്രൊഡക്ഷൻ സ്റ്റഡി ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയൊരു ഇക്വേഷനാണ് Q = KLAC 1 - A എന്ന്. ഇങ്ങനൊരു ഇക്വേഷൻ അവർ ഡെവലപ്പ് ചെയ്തതാണിത്. അതിനെയാണ് നമ്മൾ കോബ് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുക. ഇവിടെ Q എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ്, എത്രത്തോളം നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. K is a constant which is the state of technology. നമ്മൾ അസംഷനിൽ പറഞ്ഞിരുന്നു സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, മാറുന്നില്ല എന്ന് വിചാരിക്കുന്നു. അതുപോലെ L എന്ന് പറയുന്നത് ലേബർ ഇൻപുട്ടാണ്, ആൻ ഇൻഡിക്കേറ്റീവ് പ്രപ്പോർഷൻ between the input, and C is the capital input. Labor input ആണ് L, C capital input. A ആണെങ്കിൽ it indicates the proportion between the input. രണ്ട് ഇൻപുട്ട് Kയും L തമ്മിലുള്ള പ്രപ്പോർഷനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. Kയും Cയും തമ്മിലുള്ള Lയും Cയും തമ്മിലുള്ള പ്രപ്പോർഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലേബർ ഇൻപുട്ടും ക്യാപിറ്റൽ ഇൻപുട്ടും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, സോ Q is equal to KLAC into 1 - A. So K here is a constant
L is a labor input and C is a capital input, and A is a relationship or the proportion between the two inputs, that is capital and labor. So this is the equation developed by Cobb Douglas, that is Cobb and Douglas. Okay, this study revealed that 1 unit of output require 0.75 unit of labor and 0.25 units of capital. ഈ ഒരു തിയറിയിൽ അവർ ഡെവലപ്പ് ചെയ്ത വേറൊരു ഇക്വേഷൻ ഉണ്ട്. അതിൽ പറയുന്നത് ഒരു യൂണിറ്റ് ഔട്ട്പുട്ടിൽ വ്യത്യാസം വരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 0.75 യൂണിറ്റ് ലേബറും 0.25 യൂണിറ്റ് ക്യാപിറ്റൽ മതി. അപ്പോൾ ഇവിടെ എന്താ, ലേബർ ഇൻറ്റൻസീവാണ് അല്ലേ. 0.25 യൂണിറ്റ്സ് ലേബറും 0.25 യൂണിറ്റ് ക്യാപിറ്റലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ 75% ഓഫ് ദി ഇൻക്രീസ് ഇൻ ദ ഔട്ട്പുട്ട് ഇൻ ദ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഇസ് ഡ്യൂ ടു ലേബർ ഇൻപുട്ട്. ഇപ്പോൾ 0.75 ലേബർ കൊണ്ടാണെങ്കിൽ 75% എന്തുകൊണ്ടാണ്, ലേബറിൻ്റെ വർക്ക് കൊണ്ടാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് കൂടുന്നത്. ആൻഡ് 25% മാത്രമാണ് the capital input കൊണ്ടുണ്ടാവുന്ന increase. So a percent increase in the labor will produce output 3 times as much as 1% increase in the capital. അല്ലേ, 25ൻ്റെ 3 times ആണ് 75. അപ്പം ഒരു ചെറിയ വ്യത്യാസം നമ്മുടെ ക്യാപിറ്റൽ ഉണ്ടാക്കുന്ന വ്യത്യാസത്തിൻ്റെ 3 ഇരട്ടി വ്യത്യാസമാണ് നമ്മളുടെ ലേബർ ഉണ്ടാക്കുക എന്നതാണ് ഈ ഒരു തിയറിയിൽ നിന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കോബ് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഇക്വേഷൻ ആസ് Q is equal to KL AC into 1 minus A. Here K is a constant, L is the labor, and C is a capital, and A is the proportion between the two inputs. Here we have studied that for 1 unit of output, 0.75 units of labor and 0.25 units of capital is required. So for a percentage change, 75% is due to the increase in the labor, and 25% is only due to the capital. And this from the equation we have understood that by അല്ലെങ്കിൽ ഒരു 1% change in the labor will increase output 3 times as much as 1% increase in the capital. 1% increase in capital കൊണ്ടുവരുന്ന ഔട്ട്പുട്ടിൻ്റെ ചേഞ്ചസിനേക്കാളും 3 ഇരട്ടി ചേഞ്ചാണ് സെയിം ലെവലിൽ നമ്മുടെ ലേബർ മാറിയാൽ ഉണ്ടാവുക. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഗിവൺ ബൈ കോബ് ആൻഡ് ഡോഗ്ലസ്. ഓക്കെ, അപ്പം നമ്മൾ പ്രൊഡക്ഷൻ എന്താണെന്ന് പറഞ്ഞു, പ്രൊഡക്ഷൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ദെൻ വാട്ട് ഇസ് പ്രൊഡക്ഷൻ തിയറി, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഇറ്റ്സ് അസംഷൻ ആൻഡ് ദ കോബ് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇനി നമ്മൾ ഒരു പ്രൊഡക്ഷൻ ആവുമ്പോൾ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ മേജർ ആയിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒരു പ്രൊഡക്റ്റ് എന്ന കൺസെപ്റ്റ് എടുക്കുമ്പോൾ ദർ ആർ 3 കൺസെപ്റ്റ്സ്: ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ്. ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമായിരിക്കും അല്ലേ, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ബൈ ഗിവൺ എമൗണ്ട് ഓഫ് ഇൻപുട്ട്. എല്ലാ ഇൻപുട്ടും മാറ്റി വെച്ചിട്ട് ഒറ്റൊരു ഇൻപുട്ട് വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ ആ ഇൻപുട്ട് എത്രത്തോളം നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കി തന്നു. സോ ഫോർ എക്സാമ്പിൾ, ഈ 5 workers ക്യാൻ പ്രൊഡ്യൂസ് 15 tables a day അല്ലേ. 5 workersന് 15 tables a day ഉണ്ടാക്കുമെങ്കിൽ ദ ടോട്ടൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇൻപുട്ട് ഇസ് 15 tables അല്ലേ. 5 വർക്കേഴ്സ് ചേർന്ന് ഉണ്ടാക്കുന്ന ടോട്ടൽ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ 15 tables എന്ന് പറയുന്നത്. അതാണ് ടോട്ടൽ ഔട്ട്പുട്ട്, ടോട്ടൽ പ്രൊഡക്റ്റ്. ഇനിയുള്ളതാണ് ആവറേജ് പ്രൊഡക്റ്റ്. ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ഇപ്പോൾ മാർക്കിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുന്നത് എവറി മാർക്ക് വി വിൽ ആഡ് ആൻഡ് ഡിവൈഡ് ബൈ ദ നമ്പർ ഓഫ് സബ്ജക്ട്സ്. സോ സിമിലർലി ദ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് എ പെർട്ടിക്കുലർ ഇൻപുട്ട് ഇസ് എ എമൗണ്ട് ഓഫ് ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ബൈ ദാറ്റ് ഇൻപുട്ട് ഡിവൈഡഡ് ബൈ ദ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട്. എത്രത്തോളം അതിൽ നിന്ന് ഔട്ട്പുട്ട് ഉണ്ടാക്കിയോ അതുപോലെ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ടോട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ദ ആവറേജ് പ്രൊഡക്റ്റ്. ദാറ്റ് ഈസ് AP is equal to Q by L. Average product is total product by quantity of labor input. For example, in a bakery, if 20 workers can make 200 cakes per day, 20 വർക്കർക്ക് 200 കേക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരു വർക്കറിന് എത്ര കേക്ക് ഉണ്ടാക്കാൻ പറ്റും, 200/20 അല്ലേ, എന്ന് വെച്ചാൽ 10 കേക്ക്സ് പെർ ഡേ. സോ ദ ആവറേജ് ഔട്ട്പുട്ട് ഫോർ ദ 20 വർക്കേഴ്സ് വിൽ ബി 10 കേക്ക്സ് പെർ ഡേ. ഇപ്പോൾ ടോട്ടൽ ഉണ്ടാക്കിയ കേക്കിനെ എത്ര വർക്കേഴ്സ് ഉണ്ടായിരുന്നു എന്ന് വെച്ച് ഡിവൈഡ് ചെയ്തു. സോ വി ഗെറ്റ് ദ work or the average product of a 20 worker, that is 10 cakes per day. So this is the equation for the average product. ഇതുപോലെ മൂന്നാമത്തെയാണ് മാർജിനൽ പ്രൊഡക്റ്റ്. മാർജിനൽ പ്രൊഡക്റ്റ് എന്താ, മാർജിനൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അഡീഷണൽ എന്ന കൺസെപ്റ്റാണ്. അപ്പോൾ ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഇസ് ദ അഡീഷൻ ടു ദ ടോട്ടൽ പ്രൊഡക്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഫാക്ടർ. ഒരു ഫാക്ടർ, ഇപ്പോൾ ഒരു വർക്കർ 5 വർക്കർ 15 ടേബിൾ ഉണ്ടാക്കി ഒരു ദിവസം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു,
ഒരു വർക്കറിനെയും കൂടെ ആഡ് ചെയ്തു. ഇഫ് അനദർ വർക്കർ ജോയിൻസ് ദം ദ നമ്പർ ഓഫ് ടേബിൾസ് മേ ഇൻക്രീസ് ടു 19. അപ്പോൾ ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദ 6th വർക്കർ എത്രയാ? 15 minus 19, that is 19 minus 15, that is 4. So this is a marginal product. അപ്പോൾ പ്രൊഡക്റ്റ് തന്നെ 3 കൺസെപ്റ്റ് ഉണ്ട്: ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ്. ടോട്ടൽ പ്രൊഡക്റ്റ് മീൻസ് the total amount of or total quantity of output produced by the given amount of input, keeping other all inputs constant. Okay, then average product is the amount of the output produced by that input divided by the quantity of that input used. നമ്മൾ പറഞ്ഞു 20 വർക്കേഴ്സ് 200 കേക്ക് ഉണ്ടാക്കുമെങ്കിൽ ഒരു വർക്കറിൻ്റെ കണ്ടുപിടിക്കുന്നു. 200/20, 10. സോ ദാറ്റ് ഈസ് ദ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ദ 20 വർക്കേഴ്സ്. ദെൻ മാർജിനൽ പ്രൊഡക്റ്റ്. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ യൂണിറ്റിന് എത്രത്തോളം എക്സ്ട്രാ പ്രൊഡക്റ്റ് വരുന്നു, അല്ലെങ്കിൽ അഡീഷൻ ടു ദ ടോട്ടൽ പ്രൊഡക്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് എൻ എക്സ്ട്രാ യൂണിറ്റ്. അപ്പം 5 വർക്കർ 15 ടേബിൾ ഉണ്ടാക്കിയപ്പോൾ 6ാമത്തെ വർക്കറിനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ 19 ടേബിൾ ഉണ്ടായെങ്കിൽ ഒരു എക്സ്ട്രാ 6th ലേബറിൻ്റെ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 19 minus 15, ദാറ്റ് ഇസ് 4 ആണ്. സോ ദീസ് ആർ ദ 3 കൺസെപ്റ്റ്സ് ഓഫ് പ്രൊഡക്റ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് ദ ലോ ഓഫ് പ്രൊഡക്ഷൻ. അപ്പം നമ്മൾ പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ 3 കൺസെപ്റ്റ്സും പറഞ്ഞു. ഇനി ലോസ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് പല ലോസ് ഉണ്ട്. മെയിൻലി ദർ ആർ 2 laws, ദാറ്റ് ഇസ് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഷോർട്ട് റൺ, ലോങ് റൺ എന്ന 2 ടേം. അപ്പോൾ അതിനെ ഇൻ ഡീറ്റെയിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. സോ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻ ദ ഷോർട്ട് റൺ ആൻഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻ ദ ലോങ് റൺ. ഇൻ ഷോർട്ട് റൺ, the inputs like the land, machinery, equipments are fixed at certain quantities and cannot be varied within a short span of time. നമുക്കറിയാം, നമുക്ക് ഫിക്സ്ഡ് അസറ്റും ഉണ്ട്, അതുപോലെ വേരിയബിൾ അസറ്റ്സും ഉണ്ടാവും. അല്ലെങ്കിൽ ഫിക്സ്ഡ് ഐറ്റംസും ഉണ്ടാവും, വേരിയബിൾ ഐറ്റംസും ഉണ്ടാവും. നമ്മുടെ ലാൻഡ്, മെഷീനറി, അതിൻ്റെ മേൽ എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ മേലുള്ള കോസ്റ്റ് എല്ലാം എന്ന് പറയുന്നത് ഫിക്സ്ഡാണ്. ഒരു പ്രാവശ്യം നമ്മൾ ചിലവാക്കിയാൽ മതി. എന്നാൽ നമ്മുടെ വേരിയബിൾ ഇൻപുട്സ് ആയിട്ടുള്ള ലേബർ, അതിൻ്റെ മേലെ ഒരിക്കലും നമുക്ക് ലേബറിനെ നിലനിർത്തി വെക്കാൻ പറ്റത്തില്ല, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഷോർട്ട് റണ്ണിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഫിക്സ്ഡ് എക്സ്പെൻസുകൾ ലൈക്ക് ദ ലാൻഡ്, മെഷീനറി, എക്യുപ്മെൻറ്റ്സ്, അതെല്ലാം നമ്മൾ ഫിക്സ്ഡ് ആക്കി വെക്കുന്നു. വി ആർ നോട്ട് ചേഞ്ചിങ്, ബട്ട് വി ആർ ചേഞ്ചിങ് ദ ലേബർ. ലേബറിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം വി വിൽ വേരി ദം. So this is called the variable input. So increase in the output in the short run will be caused by just the variable input. അല്ലേ, കൂടുതൽ ഇൻക്രീസ് ഔട്ട്പുട്ട് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു വേരിയബിൾ ഇൻപുട്ടും കൂടെ കൂട്ടും, ഒന്നിലധികമോ കൂട്ടും. അതിനെയാണ് നമ്മൾ ഷോർട്ട് റൺ എന്ന് പറയുക. ലോങ് റൺ അപ്പോൾ എന്തായിരിക്കും? നമ്മൾ എല്ലാ വേരിയബിൾസും മാറ്റുക. നമ്മൾ ഫിക്സ്ഡ് എന്നില്ല, അതുപോലെ വേരിയബിൾ എന്നില്ല. വി ആർ വേരിയിങ് എവറി ഇൻപുട്സ് ഓഫ് ദി പ്രൊഡക്ഷൻ. സോ ഇൻ ദാറ്റ് സെൻസ് രണ്ടും കൂടി ആയിരിക്കും നമ്മളുടെ പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷോർട്ട് റണ്ണിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോയിനെയാണ് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ഓർ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലോങ് റണ്ണിനെ മെൻഷൻ ചെയ്യുന്ന ഇക്വേഷനെയാണ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. സോ ദർ ആർ 2 laws of production, that is short run and long run. Short run means we are not changing the fixed input, we are only changing the variable inputs like the labor. In long run we are changing both the fixed and the variable inputs. The short run laws are law of variable proportion and diminishing returns. The long run is law of return to scale, law of return to scale. Okay, ഇപ്പോൾ ഇനി നമുക്ക് ഓരോരോ ലോസ് പഠിക്കണം. ദീസ് ലോസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ, ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ആൻഡ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. ഈ 2 ലോസായിട്ട് നമുക്ക് പറയാം. ഈ 2 ലോസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഇനിയുള്ള സ്റ്റഡീസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആവുന്ന. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യാം. ദ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ഓർ വേരിയബിൾ പ്രപ്പോർഷൻ. ദറ്റ് ഈസ് ദ റിട്ടേൺസ് ആർ ഡിമിനിഷിങ്. നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ടിന് വ്യത്യാസം വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡിമിനിഷിങ് റിട്ടേൺ ആണ് എന്നത്. ഡിമിനിഷിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കുറഞ്ഞാണ് വരുന്നത്. So after some optimal level of capacity is reached, the adding an additional factor of production will actually result in the smaller increase in the output. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, നമ്മുടെ ഇൻപുട്ടിൽ ഇപ്പം 5 വർക്കേഴ്സ് 15 ടേബിൾ ഉണ്ടാക്കി 6ാമത്തെ വർക്കർ എത്തുമ്പോൾ 19 ടേബിളായി. അപ്പോൾ അവിടെ എന്താ വന്നത്? ഇൻക്രീസാണ് വന്നത്. പക്ഷെ ഒരു കൺസെപ്റ്റ്, ഒരു റീച്ച് ഒരു മാക്സിമം റേറ്റ് എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇൻപുട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് കുറവാണ് നമ്മുടെ ഔട്ട്പുട്ടായി വരുന്നത് എന്നതാണ് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേണിൽ
പറഞ്ഞിരിക്കുന്നത്. ഇതൊരു എക്സാമ്പിൾ വെച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ലേബർ, ഫസ്റ്റ് കോളത്തിലെ ലേബറാണ്. സെക്കൻഡ് ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ്. ഇതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ കാണിച്ചിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ലേബർ വന്നപ്പോൾ നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡക്റ്റ് എത്രയായിരുന്നു? 10 ഔട്ട്പുട്ട്. അപ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് എന്താ? 10/1, ദാറ്റ് ഈസ് 10. ആൻഡ് ദ മാർജിനൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും? 10 തന്നെ, വ്യത്യാസമൊന്നുമില്ല. സെക്കൻഡ് ലേബറും കൂടെ വന്നപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റ് എന്തായി? 24 ആയി. രണ്ടുപേരും കൂടെ 24 യൂണിറ്റ്സ് വർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ആവറേജ് പ്രൊഡക്റ്റ് എത്രയാ? 24/2, ദാറ്റ് ഈസ് 12. എന്നാൽ മാർജിനൽ പ്രൊഡക്റ്റ് എത്രയായിരിക്കാം ഇവിടെ വരുന്നത്? മാർജിനൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ടോട്ടലും പഴയ ടോട്ടലും കൂടെയുള്ള ഡിഫറൻസ് 24 - 10, ദാറ്റ് ഈസ് 14 അല്ലേ? ഒരു അഡീഷണൽ യൂണിറ്റ് വന്നപ്പോൾ 1, 2 ആയപ്പോൾ ഉണ്ടായ വ്യത്യാസം, ടോട്ടൽ പ്രൊഡക്റ്റിലുണ്ടായ വ്യത്യാസത്തിനെ നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 24 - 10 ആണ് ഇവിടെ 14 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ യൂണിറ്റ് ലേബർ വന്നു. അപ്പം നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റ് 36 ആയി. 36 ആയപ്പോൾ നമ്മുടെ ആവറേജ് പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ 36/3, ദാറ്റ് ഈസ് 12. നമ്മുടെ ആവറേജ് പ്രൊഡക്റ്റ് വ്യത്യാസം വന്നിട്ടില്ല, 12 തന്നെ അല്ലേ? അപ്പം നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റ് എത്രയാണെന്ന് നോക്ക്. 36 - 24, ദാറ്റ് ഈസ് 12. അതും 12 വന്നു. നാലാമത്തെ ലേബർ വന്നു. അപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റ് 44 ആയി. ഹിയർ ദ ആവറേജ് പ്രൊഡക്റ്റ് ഈസ് 44/4, ദാറ്റ് ഈസ് 11. And the marginal product is 44 - 36, that is 8. പിന്നെ ഫിഫ്ത്ത് യൂണിറ്റ് ഓഫ് ലേബർ വന്നപ്പോൾ 48. അപ്പോൾ 48/5, 9.6 is average product and the difference between the total is 4, that is the marginal product is 4. When the sixth unit came, the total product remained the same, 48. Here the average product is 48/6, that is 8, and the marginal is 48 - 48 അല്ലേ? ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ്, that is 0. And when the seventh unit came, the total output is 47 and the average output is 47/7, that is 6.7, and the difference between the two outputs, total product is 47 - 48, that is -1. അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് -1 ആയി. അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രാഫ് നോക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റിനെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. മാർജിനൽ പ്രൊഡക്റ്റ് ആണെങ്കിലും അതുപോലെ നമ്മുടെ ആവറേജ് പ്രൊഡക്റ്റ് ആണെങ്കിലും ഒക്കെ വ്യത്യാസം വന്നിരിക്കും നോക്കുക. ആവറേജ് പ്രൊഡക്റ്റ് ആദ്യം കൂടി 10, 12, പിന്നെ അത് 0 ആയി, ഡിഫറൻസ് 0. ദെൻ ഇറ്റ് ഈസ് ഡിക്രീസിങ്, കുറഞ്ഞു വരുന്നു. അതുപോലെ ഇവിടെയും ആദ്യം 10 - 14 ആയി, പിന്നെ ഒരു കുറവാണ് കാണുന്നത് അല്ലേ? ഡിമിനിഷിങ് ആണ് ഇവിടെ. മാർജിനൽ റിട്ടേൺസ് ആവറേജ് ആണെങ്കിലും മാർജിനൽ ആണെങ്കിലും ആദ്യം കൂടിയെങ്കിലും പിന്നെ കുറഞ്ഞു. ഇപ്പോൾ ലേബർ ഇവിടെ നോക്കുകയാണെങ്കിൽ ലേബർ എപ്പോഴും കൂടിയാണ് വന്നത്. പക്ഷേ ലേബർ കൂട്ടിയിട്ട് മാർജിനൽ പ്രൊഡക്റ്റിന് കൂടിയാണോ വന്നത്? അല്ല, ആദ്യം കൂടിയെങ്കിലും പിന്നെ കുറഞ്ഞു വന്നു. അതുതന്നെയാണ് ഈ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് പറഞ്ഞിരിക്കുന്നത്. ഓരോ യൂണിറ്റ് കൂടി വരുന്നതിനനുസരിച്ച് ചില സമയത്ത് നമ്മളുടെ ഔട്ട്പുട്ടിൽ ഇൻക്രീസ് വളരെ കുറവായിരിക്കും. ഇവിടെ ഔട്ട്പുട്ട് കൂടുന്നുണ്ടല്ലേ? ഇവിടെ നോക്കുകയാണെങ്കിൽ 10, 24 ആയി, 36 ആയി. പക്ഷേ കൂടുന്നതിൻ്റെ ഡിഫറൻസിൻ്റെ വ്യത്യാസം, നിങ്ങളുടെ ഡിഫറൻസ് ആണല്ലോ മാർജിനൽ പ്രൊഡക്റ്റ്. ഇത് കുറഞ്ഞേ കൂടി വരുന്നുള്ളൂ. ആദ്യം 10 ഡിഫറൻസ് ആയിരുന്നത് പിന്നെ 14 ആയി, പിന്നെ 12 ആയി, 8 ആയി, 4 ആയി, 0, പിന്നെ -1 ആവുന്നത്. പക്ഷേ കുറഞ്ഞാണ് വരുന്നത് പ്രൊഡക്ഷൻ അല്ലേ? ആറാമത്തെ ലേബറിൽ നിന്ന് പിന്നെ ഏഴാമത്തെ ലേബർ വന്നപ്പോൾ 48 യൂണിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ പിന്നെ 47 യൂണിറ്റ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനെയാണ് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സോ അതിവിടെ ഒരു ഗ്രാഫ് എന്ന രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഇതാണ്. ഔട്ട്പുട്ട് ഇവിടെ y ആക്സിസിലും ഇൻപുട്ട് x ആക്സിലും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇൻപുട്ട് കൂടി വരിക, അങ്ങോട്ട് പോകുമ്പോൾ കൂടി വരും, ഇവിടോട്ട് പോകുമ്പോഴും കൂടി വരുന്നു. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടി വരുന്നു, രണ്ടും കൂടി വരുന്നു. അതിനെ പ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നു. സോ യുവർ ഇൻപുട്ട് ലീഡ്സ് ടു ദ ഫാസ്റ്റർ ഗ്രോത്ത് ഇൻ ദ ഔട്ട്പുട്ട്, യു ഗെറ്റ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഗെയിൻസ് ഹിയർ. ഈ ഒരു ഫേസിലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗെയിൻസ് കിട്ടുക. എന്നിട്ടൊരു പോയിൻ്റ് എത്തുമ്പോൾ നമ്മൾ നോക്കിയാൽ ഗ്രാഫ് ഇവിടെ വരെ സ്റ്റീപ്പായിട്ടായിരുന്നു പോയിരുന്നത് അല്ല, ഇങ്ങനെ പോയിരുന്നത്. പക്ഷേ അത് കഴിയുമ്പോൾ സ്ട്രെയിറ്റ് സ്റ്റീപ്പായിട്ടല്ല പോകുന്നത്, കുറച്ചൊരു വളവ് വന്നു. എന്ന് വെച്ചാൽ ഇൻക്രീസ് കുറവാണ് അല്ലേ? ഇവിടെ ഇൻക്രീസ് കുറവാണ്, ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. ആ പോയിൻറ്റിനെയാണ് ഇവിടെ പോയിൻ്റ് ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് മാർക്ക് ചെയ്തത്. നീല കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻ്റ് ഓഫ് ഡിമിനിഷിങ് റിട്ടേണാണ്. ആ ഡിമിനിഷിങ് റിട്ടേൺ കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഇത് ലോ ആയി കുറഞ്ഞു വരുന്നു. സോ ദിസ് ഇസ് ദ ഡിമിനിഷിങ് റിട്ടേൺ സ്റ്റേജ്. സോ ഈച്ച് അഡീഷണൽ ഇൻപുട്ട് ലീഡ്സ് ടു ദ ഡിമിനിഷിങ് ഗെയിൻ ഇൻ ഔട്ട്പുട്ട്. ഇറ്റ് കോസ്റ്റ് മോർ ടു അച്ചീവ് ദ സെയിം ഗെയിൻ. ഇതേ ഗെയിൻ അല്ല അവിടെ കിട്ടുന്നത് അല്ലേ? എത്ര ഇൻപുട്ട് ഇതേപോലെ തന്നെ കൂടി വരുന്നത്, പക്ഷേ ഔട്ട്പുട്ടിന് അത്രത്തോളം മാറ്റം വരുന്നില്ല. ഇത്രയും ഔട്ട്പുട്ട് മാറിയിരുന്നു
നേരത്തെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് എത്രയേ മാറി, കുറഞ്ഞേ മാറിയിട്ടുള്ളൂ, ഇച്ചിരിയേ മാറിയിട്ടുള്ളൂ. അതിനെ നമ്മൾ ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയും. പിന്നെ ഒരു പോയിൻ്റ് എത്തുന്നു, ദാറ്റ് ഈസ് പോയിൻ്റ് ഓഫ് മാക്സിമം ഔട്ട്പുട്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു പോയിൻ്റ് എത്തി, ഇവിടുത്തെ നീല പോയിൻ്റ്. അതിനുശേഷം നമ്മൾ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അവിടെ ഡിക്ലൈനാണ് ചെയ്യുന്നത്, കുറഞ്ഞു വരും. ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് ഇവിടെ എന്താ, കുറഞ്ഞു വരുന്നു. സോ ദാറ്റ് ഈസ് നെഗറ്റീവ് റിട്ടേൺ. സോ ഡോണ്ട് ഗെറ്റ് ഹിയർ. ഒരിക്കലും നമ്മൾ പ്രൊഡക്ഷൻ ഈ ഒരു ഫേസിൽ എത്തരുത്. നേരത്തെ ഗ്രാഫിൽ പറഞ്ഞിരുന്നത് തന്നെ 6 ലേബേഴ്സിന് പകരം നമ്മൾ 7 ലേബേഴ്സ് കൊടുന്നപ്പോൾ നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് എന്താ പറ്റി, കുറഞ്ഞു വന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ഒരു ബിസിനസ്, ആസ് എ ബിസിനസ് മാൻ വി ഷുഡ് ഐഡൻറ്റിഫൈ ദാറ്റ് വി ഷുഡ് സ്റ്റോപ്പ് ദ ഇൻപുട്ട് പ്രൊഡക്ഷൻ. നമ്മൾ ഇൻപുട്സിനെ കൊടുക്കുന്നത് നിർത്തണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് എ പോയിൻ്റ് ഓഫ് മാക്സിമം ഔട്ട്പുട്ട്. അതർവൈസ് വി വിൽ ഓൺ ആഡിങ് മോർ ഇൻപുട്ട് വി വിൽ ഓൺലി ഗെറ്റ് ദ നെഗറ്റീവ് റിട്ടേൺസ് കുറഞ്ഞു വരും, ഔട്ട്പുട്ട് കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ പ്രൊഡക്റ്റീവ് ഫേസിലായിരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ ചെയ്യേണ്ടത്. Otherwise, it will be always declining and will be resulting in a negative return. So, this is the graph showing the law of diminishing return to scale. Diminishing returns of the law of variable proportion. Variable proportion. ആദ്യം ഈ ഒരു പ്രൊപ്പോർഷനിൽ പോയിരുന്നത്, പിന്നെ പ്രൊപ്പോർഷൻ വ്യത്യാസം വന്നു, പിന്നെ കുറഞ്ഞു വന്നു. സോ 3 phases ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദ പോയിന്റ് ഓഫ് diminishing return, production phase, diminishing return and the negative returns. ഓക്കെ. സോ ഇവിടെ ഒരു ഗ്രാഫ് നിങ്ങൾ കാണുന്നുണ്ട്, ഇത് നമ്മുടെ ഔട്ട്പുട്ട്. നേരത്തെ ഗ്രാഫിലെ പോലെ തന്നെ ഇത് ഔട്ട്പുട്ട് അല്ലേ, അത് തന്നെയാണ് ഇവിടെ പ്രൊഡക്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന ഔട്ട്പുട്ട് തന്നെ. ഇത് പ്രൊഡക്റ്റ്, ഇത് വേരിയബിൾ ഇൻപുട്ടായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ ഗ്രാഫ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ 3 രീതിയിലുള്ള സാധനങ്ങൾ പഠിച്ചു. ഇവിടെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ TP ഉണ്ട്, AP ഉണ്ട്, ആവറേജ് പ്രൊഡക്റ്റ് ഉണ്ട്, അതുപോലെ MP ഉണ്ട്. ഈ 3 സാധനങ്ങൾ, ഈ 3 ലൈൻസ് കേർവ്സ് ആണ്. ഈ 3 കേർവ്സ് നമ്മളിവിടെ പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്, മാർക്ക് ചെയ്തിരിക്കുക. ഇത് ടോട്ടൽ പ്രൊഡക്റ്റ് കർവ്, TP എന്ന് എഴുതിയിട്ടുണ്ട്. ദിസ് ഇസ് മാർജിനൽ പ്രൊഡക്റ്റ് കർവ്, ദിസ് ഇസ് ആവറേജ് പ്രൊഡക്റ്റ് കർവ്. 3 ഗ്രാഫ്, ഒറ്റ ഗ്രാഫിൽ തന്നെ 3 പ്ലോട്ട് ചെയ്തിരിക്കുക, 3 കാര്യങ്ങളും കൂടെ പ്ലോട്ട് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ ആദ്യമേ ടോട്ടൽ പ്രൊഡക്റ്റ് എപ്പോഴും എന്താ, കൂടിയേ വരുന്നുള്ളൂ, കൂടി വരുന്നു. പിന്നെ ഇവിടെ വരെ നമ്മൾ പ്രൊഡക്ഷൻ ഫേസിൽ, പിന്നെ ഡിമിനിഷിങ് ഫേസും, പിന്നെ ഡിക്ലൈനിങ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫേസോ, ഈ ഒരു ഗ്രാഫാണ് ഈ TP വരച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ MP നോക്കുകയാണ്. MPയിൽ നമ്മുടെ വാല്യൂസ് നോക്കുകയാണെങ്കിൽ ആ ഗ്രാഫിലെ വാല്യൂസ് നോക്കുക. MP എന്താ, 10, 14, then 12, 8, 4, 0, -1. അപ്പോൾ ആദ്യം കൂടി, പിന്നെ പടേന്ന് പറഞ്ഞാൽ കുറയാണ്, നെഗറ്റീവിലേക്ക് വന്നു. നമ്മളിവിടെ ഗ്രാഫിൽ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ആദ്യം പടേന്ന് കൂടി അല്ലേ, അത് കഴിഞ്ഞിട്ട് പടേന്ന് കുറഞ്ഞു, എന്നിട്ടൊരു 0 എത്തിക്കഴിഞ്ഞപ്പോൾ അത് നെഗറ്റീവ് -1ലേക്ക് പോയിട്ടുണ്ട്. അതാണ് ഇവിടെ MP ഗ്രാഫ് വെച്ചിരിക്കുന്നത്. അതേപോലെ മൂന്നാമത് നമ്മുടെ AP ഗ്രാഫ്, APയുടെ പോയിൻറ്റ്സ് നോക്കുക. AP 10, 12, 1, 9, 8, 7. അവിടെയും ആദ്യം കൂടുന്നു, പിന്നെ കുറഞ്ഞു വരുന്നു, അവിടെയും കൂടുന്നു, പിന്നെ കുറഞ്ഞു വരുന്നു. ഇങ്ങനെ 3 ഫേസാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളിവിടെ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിൻ്റ്, ഇതാണ് പ്രൊഡക്റ്റീവ് ഫേസ്. അപ്പോൾ നമ്മുടെ MP മാക്സിമം ആയിരിക്കുന്ന പോയിൻ്റാണ് അല്ലേ, ഈ ഗ്രാഫിൻ്റെ ഏറ്റവും മാക്സിമം പോയിൻ്റാണ് ഇത്. എന്നാൽ ഈ ഗ്രാഫിൻ്റെ മാക്സിമം അല്ല, മാക്സിമം ഇതാണ്. ഈ ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റീവ് ഫേസാണ്. ഈ പോയിൻ്റ് വരെയുള്ള ഭാഗത്തിനെ ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം, ഈ ഗ്രാഫിൻ്റെ ഇത്രയും ഭാഗത്തിനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയും. ഇനി MP ഗ്രാഫ് നോക്കുകയാണെങ്കിൽ MP 0 ആകുന്ന പോയിൻ്റ് അല്ലേ, NP 0 ആകുന്നതും അതുപോലെ TP മാക്സിമം ആവുന്ന ഫേസും, ഇത് രണ്ടും കൂടെ മാർക്ക് ചെയ്തിട്ടുള്ള, ഈ 2 പോയിൻ്റ് കൂടെ മാർക്ക് ചെയ്തിട്ടുള്ള ഇത്രയാണ് നമ്മൾ സ്റ്റേജ് 2. ഓക്കെ. ഇതിനിപ്പുറമുള്ളത് സ്റ്റേജ് 3. ഇങ്ങനെ 3 രീതി നമ്മുടെ ഈ ഗ്രാഫിനെ സ്പ്ലിറ്റ് ചെയ്തേക്കുക. അപ്പം നമ്മൾ TP കർവ് വരയ്ക്കും, ദെൻ MP കർവ് വരയ്ക്കുന്നുണ്ട്, AP കർവ് വരയ്ക്കുന്നുണ്ട്. അതിൽ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, TP കർവ് ഏറ്റവും ഹയസ്റ്റ് എത്തുമ്പോൾ MP എന്തായിരിക്കണം, 0 ആയിരിക്കണം അല്ലേ, 0 ആയിരിക്കണം. അതേപോലെ നമ്മുടെ AP കർവിൻ്റെ മാക്സിമത്തിലാണ് നമ്മുടെ MP കർവ് വന്ന് കട്ട് ചെയ്യുന്നത്. നോക്ക്, ഇവിടെ AP കർവ് മാക്സിമം എത്രയാണ്, 12. അപ്പോൾ തന്നെ MP കർവ് എന്തുവാ, 12 തന്നെ അല്ലേ. MPയും APയും ഒരു പോയിന്റിൽ ഈക്വലാണ്. ആ സമയത്ത് AP മാക്സിമമാണ്, 12 ആണ്. 10-നേക്കാളും 11-നേക്കാളും കൂടിയ ഏറ്റവും 12 വാല്യൂ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഗ്രാഫിലും വരണ്ടേ, AP ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ആ പോയിന്റിൽ വെച്ചിട്ടാണ് MP കർവ് APയെ കട്ട് ചെയ്യേണ്ടത്. അതെപ്പോഴും സെക്കൻഡ് സ്റ്റേജിൽ വെച്ചുമായിരിക്കും. അപ്പോൾ ഇതാണ് 3 സ്റ്റേജസ് ഓഫ്
പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ 3 phases ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് 3 stages ഓഫ് ദി ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ. നമ്മൾ നേരത്തെ പറഞ്ഞ ലോയിലെ 3 സ്റ്റേജസ്. അപ്പം ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ ചോദിച്ചാൽ അത് എന്താണെന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ ഈ ഗ്രാഫ് ഒരു എക്സാമ്പിൾ നിങ്ങൾ എഴുതണം. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിൽ ഇതുപോലെ ഒരു എക്സാമ്പിൾ എഴുതണം. അതിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇൻക്രീസിങ് റിട്ടേൺസ് 10 to 14 വരെയുള്ളൂ. അപ്പോൾ ഇതുവരെയാണ് നമ്മുടെ ഫസ്റ്റ് 1 and 2 ആണ് നമ്മുടെ സ്റ്റേജ് 1, ദാറ്റ് ഈസ് ഇൻക്രീസിങ് റിട്ടേൺ. അത് കഴിയുമ്പോൾ എന്താ ഡിക്രീസിങ് ആണ് അല്ലേ, ഡിമിനിഷിങ് ആണ്. എവിടെ വരെ 0 വരെ ഡിമിനിഷിങ് ആണ്. ഇത്രയും ഫേസ് ഡിമിനിഷിങ് റിട്ടേൺ ആൻഡ് നെഗറ്റീവ് വന്നിരിക്കുന്ന നെഗറ്റീവ് റിട്ടേൺസ്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് എഴുതണം. അതിനുശേഷം ഈ ഗ്രാഫും വരയ്ക്കുക. ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ ഓരോ സ്റ്റേജസിൽ എന്താണ് സംഭവിക്കുന്നതെന്നും കൂടെ മെൻഷൻ ചെയ്യണം. ഇപ്പോൾ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എന്താണ് ആ ലോയിൽ പറയുന്നത് അതുപോലെ ഒരു എക്സാമ്പിൾ ഒരു ചാർട്ട് വരയ്ക്കണം. അതുപോലെ ഗ്രാഫ് വരച്ചിട്ട് ഈ 3 സ്റ്റേജ് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞു, ഈ സ്റ്റേജ് ഏതാ, ഇൻക്രീസിങ് ആണ്. എല്ലാം ടോപ്പാണ് അല്ലേ, ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് ടോപ്പെത്തി, ഇതും കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സ്റ്റേജിനെ നമ്മൾ ഇൻക്രീസിങ് return stage എന്ന് പറയും. The first stage is increasing returns. So at this stage if we are saying the total product increases at an increasing rate തന്നെ കൂടുന്നു അല്ലേ. പിന്നെ എന്ത് സംഭവിക്കും, അതേപോലെ തന്നെ MP മാക്സിമം എത്തും അല്ലേ, മാക്സിമം എത്തുന്നുണ്ട്. ആവറേജും ഒരുവിധം നോർമലായിട്ട് പോസിറ്റീവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഇസ് സ്റ്റേജ് 1. സ്റ്റേജ് 2നെ നമ്മൾ ഡിമിനിഷിങ് എന്ന് പറയും. ഇവിടെ നമ്മൾ കുറഞ്ഞ പതുക്കെ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നെഗറ്റീവിൽ പോവുക, ഇവിടെ പോസിറ്റീവ് വന്നിട്ട് പിന്നെ നെഗറ്റീവിലേക്ക് പോവുക. സോ ദിസ് ഇസ് ദ ഡിമിനിഷിങ് റിട്ടേൺ സ്കെയിൽ. സോ ഹിയർ വാട്ട് ഹാപ്പൻസ്, ദ ടോട്ടൽ പ്രൊഡക്റ്റ് ഇസ് ഇൻക്രീസിങ് ബട്ട് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. ടോട്ടൽ പ്രൊഡക്റ്റ് ഒരു ഡിമിനിഷിങ് റേറ്റിൽ മാത്രമേ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ അല്ലേ. MP ആണെങ്കിൽ എന്താ, സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ്, അതുപോലെ ടോട്ടൽ പ്രൊഡക്റ്റ് നമ്മുടെ മാക്സിമം എത്തുന്ന സ്റ്റേജും കൂടെയാണ്. സ്റ്റേജ് 2ലാണ് മാക്സിമത്തിൽ എത്തുന്നത്. MP ആണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, MP is remaining പോസിറ്റീവ് ആണ്, ബട്ട് ഇറ്റ് ഈസ് റീച്ചിങ് ടു 0 മാർജിനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുക. ആവറേജ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് ആദ്യം ഒന്ന് കൂടി പിന്നൊന്ന് കുറഞ്ഞ് ഡിമിനിഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് സ്റ്റേജ് 2. ദ തേർഡ് സ്റ്റേജിലാണ് TPSന് ഡൗൺവേർഡ് ട്രെൻഡ് അല്ലേ, നെഗറ്റീവിലേക്ക് നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്, ബട്ട് ഇറ്റ് ഈസ് ഡിക്ലൈനിങ്. വൈൽ MP is in a നെഗറ്റീവ് ട്രെൻഡ്. MP നേരെ താഴോട്ടാണ് പോകുന്നത്, നെഗറ്റീവ് ട്രെൻഡിലേക്കാണ് പോകുന്നത്. ആവറേജ് പ്രൊഡക്റ്റോ അതും ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള സ്റ്റേജിനെ നമ്മൾ സ്റ്റേജ് 3 എന്ന് പറയും. അപ്പോൾ ടോട്ടലി 3 സ്റ്റേജസ് ആതെ ഇൻക്രീസിങ് റിട്ടേൺ, ഡിമിനിഷിങ് റിട്ടേൺ ആൻഡ് നെഗറ്റീവ് റിട്ടേൺ. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ഇന്ന് എഴുതേണ്ടതുമാണ്. ഇനി ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ലോ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് അസ്യൂം ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റാണ് ദ ടെക്നോളജി ഡസൻ ചേഞ്ച്. നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജിക്ക് മാറ്റമൊന്നുമില്ല. അതുപോലെ വേരിയബിൾ ഇൻപുട്ട്സ് എല്ലാം ഐഡൻറ്റിക്കലാണ്, അല്ലെങ്കിൽ എല്ലാ വേരിയബിൾ ഇൻപുട്ട്സും ഒരേപോലെയാണ്. ഒരു വർക്കർ, ഇപ്പം നമ്മുടെ ഇവിടെ ഇൻപുട്ട് നമ്മൾ കൂടുതൽ എടുക്കുന്നത് ഏതാ, ക്യാപിറ്റലും ലേബറും അല്ലേ. ഇപ്പോൾ ലേബർ എടുക്കുകയാണെങ്കിൽ എല്ലാ ലേബറും ഒരേ രീതിയിലുള്ള ഔട്ട്പുട്ടാണ് തരിക എന്നത് നമ്മൾ അസ്യൂം ചെയ്യണം. ചിലർ നല്ല എഫക്റ്റീവ്, ചിലർ അത്ര എഫക്റ്റീവ് അല്ല, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. എവറി വേരിയബിൾ ഇൻപുട്ട്സ് ആസ് ഐഡൻറ്റിക്കൽ എന്ന കൺസെപ്റ്റ് വേണം. അതേപോലെ ഓൺലി വൺ ഇൻപുട്ട് ആസ് വേരി, ഒറ്റൊരു ഇൻപുട്ട് മാത്രമേ നമ്മൾ മാറ്റാൻ പാടുള്ളൂ. ഇപ്പോൾ ക്യാപിറ്റലാണെങ്കിൽ മാറ്റുന്നതെങ്കിൽ ലേബർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം, ബാക്കി എല്ലാ ഇൻപുട്ട്സും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ലേബർ ആണെങ്കിൽ തിരിച്ചും അതുപോലെ തന്നെ. ആൻഡ് ഓൾസോ ദ ഫിക്സ്ഡ് ഇൻപുട്ട് ഇസ് ഇൻഡിവിസിബിൾ. ദാറ്റ് ഈസ് സർട്ടൻ ഫിക്സ്ഡ് ഇൻപുട്ട്സ് ഉണ്ടാവും, അതൊരിക്കലും നമുക്ക് ഈ ഒരു കൺസിഡറേഷനിൽ എടുക്കുന്നില്ല. ലൈക്ക് മെഷീൻസിൻ്റെയൊക്കെ ആണെങ്കിൽ അത് കൺസിഡറേഷനിൽ എടുക്കുന്നുണ്ടാവത്തില്ല. These are the assumptions for the law of diminishing returnൻ്റെ അസംഷൻസ് ആ പറഞ്ഞ പ്രൊഡക്ഷൻ ടെക്നോളജി മാറുന്നില്ല. അതുപോലെ നമ്മുടെ വേരിയബിൾ ഇൻപുട്ട് എല്ലാം ഒരേപോലെയാണ്. ഒരു ലേബറിനെ പോലെ തന്നെയാണ് വേറൊരു ലേബറും, ഒരു ക്യാപിറ്റൽ പോലെ തന്നെയാണ് അടുത്ത ക്യാപിറ്റലും. പിന്നെ only one input is varied. When the capital is varied, the labor is kept constant. Labor is varied, capital is kept constant. ബാക്കി എല്ലാ ഫാക്ടേഴ്സ് ഉണ്ടോ അതെല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ ഫിക്സ്ഡ് ഇൻപുട്ട് ഇൻഡിവിസിബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനെ അസ്യൂം ചെയ്യുന്നത്. ഇനി ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ളതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ഇങ്ങനെ സംഭവിക്കാൻ, അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ, നമ്മുടെ ഗ്രാഫ് ഇതുപോലെ പോസിറ്റീവിൽ പോയിട്ട് നെഗറ്റീവിൽ പോകാൻ കുറേ കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമാണ് ഇൻഡിവിസിബിലിറ്റി ഓഫ് ദി ഫിക്സ്ഡ് ഇൻപുട്ട്. That is, as fixed inputs are indivisible, the quantity of fixed input is relatively more than the quantity of variable input at the initial stage. അല്ലേ, നമ്മൾ നോക്കുകയാണ് നമ്മുടെ മെഷീൻസ്, ലാൻഡ്, അതിൻ്റെയൊക്കെ എപ്പോഴും അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ്. അത് ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ വളരെ കൂടുതലായിരിക്കും. ആൻഡ് ആസ് മോർ ആൻഡ് മോർ
more inputs of variable are added, the fixed input is fully and efficiently used. ഓരോ പ്രാവശ്യം ഇൻപുട്ട് കൊടുക്കുമ്പോൾ, ഇപ്പോൾ ലേബറിനെ കൊടുക്കുമ്പോൾ മെഷീൻ വെച്ചല്ലേ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അത് പിന്നെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ അത് കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു നെഗറ്റീവ് ട്രെൻഡിലേക്ക് പോകാൻ ഒരു കാരണം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇൻ എ ബേക്കറി ദ ഫ്ലോർ സ്പേസ് ആൻഡ് ദ ബേക്കറി യൂട്ടൻസിൽസ്, ഫ്ലോർ സ്പേസും ബേക്കറി യൂട്ടൻസിൽസും ഒക്കെ ഫിക്സ്ഡ് ഇൻപുട്ടാണ്. പക്ഷേ നമ്പർ ഓഫ് വർക്കേഴ്സ് ആ ബേക്കറി വർക്ക് ചെയ്യുന്ന ആൾക്കാർ വേരിയബിൾ ആയിരിക്കും. സോ വെൻ വൺ വർക്കർ ഈസ് എംപ്ലോയ്ഡ്, ദ ഫ്ലോർ സ്പേസ് ആൻഡ് യൂട്ടൻസിൽസ് ആർ നോട്ട് യൂസ്ഡ്. ഒറ്റൊരു വർക്കറേ ഉള്ളൂ ബേക്കറി, അല്ലെങ്കിൽ എല്ലാ യൂട്ടൻസിൽസ് യൂസ് ചെയ്യുമോ ഇല്ല, എല്ലാ സ്പേസും യൂസ് ചെയ്യുമോ ഇല്ല, യൂസ് ചെയ്യാറിയും പക്ഷേ അത്രത്തോളം യൂസ് വരുന്നില്ല. There is lot of empty space and unused utensils. The floor space and utensils cannot be divided to suit the requirement of one worker. ഒരു വർക്കറിന് ഹെൽപ്പായിട്ട് വേറൊരു വർക്കറിനെ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ നമ്മുടെ യൂട്ടൻസിൽസിൻ്റെ സ്പേസോ അല്ലെങ്കിൽ സ്പേസോ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല, അത് ഇൻഡിവിസിബിളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ ആവാൻ ഒരു കാരണം. സെക്കൻഡ്, ദ സ്കേഴ്സിറ്റി ഓഫ് ദ ഫിക്സ്ഡ് ഇൻപുട്ട്. ഫിക്സ്ഡ് ഇൻപുട്സിൻ്റെ സ്കേഴ്സിറ്റി ഒരു കാരണമാണ്. ദാറ്റ് ഈസ് ഫിക്സ്ഡ് ഇൻപുട്ട് ആർ നോട്ട് ഇൻക്രീസ് ആസ് പെർ ദ വേരിയബിൾ ഇൻപുട്ട്. ഒരു ലേബർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ യൂട്ടൻസിൽസ് കൂട്ടുമോ ഇല്ല, ഫ്ലോർ സ്പേസ് കൂട്ടുമോ ഇല്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടും നമുക്ക് ഗ്രാഫ് നെഗറ്റീവ് ട്രെൻഡിലേക്കാണ് പോകുന്നത്. സോ ദീസ് ആർ ദ ടു റീസൺസ് ഫോർ ദിസ് നെഗറ്റീവ് ട്രെൻഡ് ഓർ ദ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് സ്കെയിൽ. ഓക്കെ, സോ ഇത് വെച്ച് നമുക്ക് ഇന്നത്തെ പോർഷൻ ആൻഡ് വൺ മോർ ഇസ് ദാറ്റ് ഇസ് ദ റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇത് നമ്മുടെ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ എങ്ങനെ നമുക്ക് ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ പറ്റും, ഏത് സ്റ്റേജ് വരെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ കൊണ്ടുപോകേണ്ടതെന്ന് മനസ്സിലാവും. ഏത് സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റ് കുറയുക എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ വെച്ച് നമ്മൾ ഇൻപുട്ടിനെ കൊടുക്കുന്നത് നിർത്തും അല്ലേ. അപ്പോൾ ടു നോ ഹൗ മെനി യൂണിറ്റ്സ് ഓഫ് ദ വേരിയബിൾ ഇൻപുട്ട് ആർ ടു ബി യൂസ്ഡ്, ഇത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ എത്ര ഇൻപുട്ട് വേണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അതേപോലെ ഇത്ര ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, എത്ര ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ആൻഡ് ഓൾസോ ദ പ്രിൻസിപ്പിൾ ഓഫ് മാർജിനാലിറ്റി ഈസ് യൂസ്ഡ് ഫോർ കമ്പയറിങ് ദ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്. ഒരു ബിസിനസ്സിൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ വരവിനേക്കാളും നമുക്ക് ചിലവാണോ എന്നത് ചിലവാണ് കൂടുതലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ബിസിനസ്സിന് മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് യൂസ് ചെയ്യാം. സോ ടുഡേ വി ഹാവ് ഡിസ്കസ് ദ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ഓൾസോ. സോ നമുക്ക് ഒന്ന് റിവൈൻഡ് ചെയ്യാം എന്തൊക്കെ പോർഷനാണ് ഇന്ന് എടുത്തതെന്ന്. ഫസ്റ്റ് വി ഹാവ് ഡിസ്കസ് വാട്ട് ഈസ് മെൻ ബൈ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് നമ്മുടെ മൊഡ്യൂൾ. അതിൽ പ്രൊഡക്ഷൻ എന്താണ്, ദെൻ പ്രൊഡക്ഷൻ തിയറി, ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ദ അസംഷൻസ്, ദെൻ കോബ് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, the concept of product, total product, marginal product and average product. Then the laws, there are two, short term and long term. In the short term, law of diminishing return on the law of variable proportion, and the long run law of return to scale. അതിൽ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസിൽ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇതിലെന്താണെന്നു, ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ, ഒരു ഒപ്റ്റിമൽ ലെവൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ അഡീഷണൽ ഫാക്ടർ ഇൻപുട്ട് എപ്പോഴും നമ്മളുടെ ഔട്ട്പുട്ടിൽ ചെറിയ ഇൻക്രീസേ കൊണ്ടുവരുന്നുള്ളൂ, പണ്ടത്തെ പോലത്തെ ഇൻക്രീസ് കൊണ്ടുവരുന്നില്ല. ഇവിടെ നമ്മൾ കണ്ടായിരുന്നു കുറഞ്ഞാൽ വന്നത് നമ്മുടെ ആവറേജ് പ്രൊഡക്റ്റ്. അത് വെച്ച് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തതാണിത്. പിന്നെ 3 TPM, MPM അതുപോലെ AP ഒരുമിച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ എങ്ങനെയാണ് നമ്മൾ 3 സ്റ്റേജസിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ നമ്മൾ എന്തൊക്കെ അസ്യൂം ചെയ്യുന്നുണ്ട്, ഈ ലോയ്ക്ക് കാരണം എന്താണെന്നും അതുപോലെ ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ലോ പഠിച്ചുകൊണ്ട് നമുക്ക് എന്താ ഗുണം, നമുക്ക് ഔട്ട്പുട്ട് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും ഇത്ര ഇൻപുട്ടിൽ നിന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ എത്ര ഇൻപുട്സ് ആണ് റിക്വയർ ആവുന്നത് എന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ കമ്പയർ ചെയ്യാൻ, കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് കമ്പയർ ചെയ്യാനും നമുക്ക് ഈ ലോ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നിങ്ങൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ, ഇതിൻ്റെ ലോ എഴുതുക, ഒരു എക്സാമ്പിൾ എഴുതുക. ഈ എക്സാമ്പിളോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു എക്സാമ്പിളും എഴുതാം. പിന്നെ ഗ്രാഫ്, ഈ ഒരു ഗ്രാഫും വരയ്ക്കണം. ഇത് ലോ മാത്രം കാണിക്കുന്ന, നമ്മുടെ ഒറ്റ TP മാത്രം കാണിക്കുന്ന ഗ്രാഫാണ്. ഇപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രാഫ് വരയ്ക്കുക. പിന്നെ 3 സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രാഫ് വരയ്ക്കുക. 3 സ്റ്റേജസ് എഴുതി വയ്ക്കുക. ഈ 3 സ്റ്റേജസിൽ എന്താണ് TPയും APയും MPയും, എന്ത് ലെവലിലാണ് TP പോകുന്നത്, TP കൂടുകയാണ് അല്ലെങ്കിൽ MP മാക്സിമം എത്തുകയാണ്, APയും കൂടി വരുന്നൊരു സ്റ്റേജിനെയാണ് നമ്മൾ സ്റ്റേജ് 1 എന്ന് പറയുക. ഇവിടെ എന്ത് സംഭവിക്കുന്നു, TP മാക്സിമം എത്തുന്നു, MPയും TPയും കൂടെ ക്രോസ് ചെയ്യുന്നു, ദാറ്റ് ഇസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ്. അതുപോലെ MP 0 എത്തുന്നു. ഇനിയുള്ളതിൽ MP നെഗറ്റീവ് ട്രെൻഡിൽ പോകുന്നു, AP ഈസ് ഡിക്ലൈനിങ് ആൻഡ് TP ഈസ് ഓൾസോ ഡിക്ലൈനിങ് അത് 3rd സ്റ്റേജ്. അങ്ങനെ 3 സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നതെന്നും മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ വിത്ത് ദിസ് വി ക്യാൻ എൻഡ് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാം.